കോഴിക്കോട് ജില്ലയിലെ പയ്യോളിക്കടുത്തുള്ള ഇരിങ്ങൽ എന്ന സ്ഥലത്തുള്ള സർഗാലയ എന്ന് പറയുന്ന ക്രാഫ്റ്റ് വില്ലേജാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇവിടുത്തെ ഈ ആനയെ നോക്കൂ, ഒറ്റ മരത്തിൽ കൊത്തിയുണ്ടാക്കിയതാണ്. 1 കോടി രൂപയാണ് അതിൻ്റെ വില. തൊട്ടടുത്തുള്ള ഈ വലിയ ആന അത് മരങ്ങൾ ഒട്ടിച്ചു ചേർത്തുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വില 90 ലക്ഷമാണ്. ഈ ക്രാഫ്റ്റ് വില്ലേജ് വൈവിധ്യങ്ങളുടെ കരകൗശല വസ്തുക്കളുടെ ഒരു കേന്ദ്രമാണ്. അതിലെ കാഴ്ചകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായും പയ്യോളി ഭാഗത്തേക്ക് വരുന്നവർ ക്രാഫ്റ്റ് വില്ലേജ്, അതുപോലെ തന്നെ അകലാപ്പുഴ, കൊളാവി ബീച്ച്, മിനി ഗോവ ഇതെല്ലാം കണ്ട് ഒരു ദിവസത്തെ ഒരു നല്ല പ്രോഗ്രാമായി തിരിച്ചു പോരാവുന്നതാണ്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് വായോ. ശരിക്കും നല്ല ശമ്പളം കൊടുത്ത് ഇത്തരം തൊഴിലുകളിലേക്ക് യുവ തലമുറയെ ആകർഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അത്രമേൽ മികച്ച എൻജിനീയറിംഗ് ആണിത്. എല്ലാം കയറും നൂലും മരക്കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള നിർമ്മിതിയാണ്. ഈ സാധനമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നൂലുകൊണ്ട് ഓടുന്നത്. ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് അല്ലേ? ഇതിൻ്റെ പേര് നല്ലി, ഓടം. അതവിടെ ലോക്കായി. പഴയ എഞ്ചിനീയറിങ് നോക്കി. ഇതിവിടെ കരയാണ്. ഈ കരയിലേക്ക് അത് വരുന്നത് അവിടെ നിന്ന് നൂലുകളായിട്ടാണ് വരുന്നത്. ആനകൾ, ബുദ്ധൻ, ചെറിയ പോട്ടുകൾ, ഇസ്രായേലിൽ നിന്ന് വന്ന മേടാണ്. പഠിച്ച് ഇതുപോലെയുള്ള അതിമനോഹരമായ പെയിൻറ്റിങ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ അത്രമേൽ വൈവിധ്യപൂർണമായ ഒരു നാടാണ്. നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഈ ചിത്രരചനയെല്ലാം പഠിച്ച് ഇവർ ക്ഷമയോടെ ചെയ്യുകയാണ്. Ma'am, your name? But he's the painter. I'm studying. Okay. Please, your name? From? And I'm Israel, and I'm studying at Nisha. Okay. Are you from? Israel. England. Israel. Okay. Which one you are making? This? I'm studying. You are studying? I'm studying here. പായ, ചവിട്ടി, പലതരം പെയിൻറ്റിങ്സ്. Painter. Okay. Painter. ടേബിൾ ലാമ്പ് മുതൽ കളർഫുള്ളായ വളകൾ വരെ
ചെരുപ്പിൻ്റെ നിർമ്മാണമാണ്. രാമച്ചത്തിൻ്റെ ചെരുപ്പ് ഇവിടെ നിന്ന് വാങ്ങിക്കാം. ഇതാണ് രാമച്ചത്തിൻ്റെ നിർമ്മിതി. ഏത് സൈസിൽ വേണമെങ്കിലും രാമച്ചത്തിൻ്റെ ചെരുപ്പുണ്ട്. രാമച്ചത്തിൻ്റെ വിശറി ഉണ്ട്. വിശറി എന്താ റേറ്റ്? 200. ചെരുപ്പോ 540 സ്റ്റാർട്ട് ചെയ്യുന്നത്. സംരക്ഷണത്തിന് രാമച്ചത്തിൻ്റെ ചെരുപ്പും ഇവിടെ നിന്ന് വാങ്ങിക്കും. ഇവിടെ എല്ലാം കൈകൾ ഉപയോഗിച്ചിട്ട്, ചെറിയ ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് ഇവർ നിർമ്മിക്കുന്നത്. എല്ലാം ഹാൻഡ് മെയ്ഡാണ്. ഇത് കൈത്തറി തുണികളാണ്. കുഷ്യൻ 250 രൂപ മുതൽ ചെറിയ പില്ലോസ് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ക്ലോത്ത്സ് ഒക്കെ ഉണ്ട്. എല്ലാം കൈകൊണ്ട് തുന്നിയെടുക്കുന്നതാണ്. നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് ഓർഡർ ഹൈസ് എന്തായാലും സ്ക്രൂ പൈൻ ആയാലും നമ്മൾ ചെയ്യുന്നത് ഫുൾ കൈ കൊണ്ടാണ്. ഒരു മെഷീൻ യൂസ് ചെയ്യാതെ ഫുൾ കൈ കൊണ്ട്. ഞാൻ ഈ 2 ടൂൾസ് മാത്രമേ ഈ സ്ക്രൂ പൈൻ്റെ ഈ പ്രോഡക്റ്റ് മൊത്തം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത്. വേറൊരു മെറ്റീരിയലും ഇല്ല, ഒരു മെഷീനും ഇല്ല. ആ 2 ടൂൾസും ഒരു നീഡിലും ഉണ്ടാവും. ഓക്കെ. സുൽത്താൻ ബത്തേരി. ഓക്കെ. We are teachers, Sultan Batteri, WMS school teachers. Really? Yes, we visit here to watch illegal craft village and Agalapura. Near one water body is there, Agalapura, boating also there. Yeah. She Lalita taught me how to. Okay. ഓക്കെ, എന്നാലും ഫിനിഷ് ചെയ്ത പ്രോഡക്റ്റ് യു ജസ്റ്റ് This. നമ്മുടെ ഇസ്രായേൽക്കാരി ഫ്രണ്ട് ഇന്നലെ പഠിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തതാണ് ഇത്. സൂപ്പർ. ഫുൾ സ്ക്രൂ പൈൻ. Good teacher. ഗുഡ് ടീച്ചർ. ഗുഡ് ടീച്ചർ. ഓക്കെ. മനുഷ്യരാശിക്ക് ഭീഷണിയായ ആഫ്രിക്കൻ പായൽ അതിനെ സംസ്കരിച്ചിട്ടാണ് ഈ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നത്. നല്ല ഹാർഡ് വർക്ക് ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. അതുകൊണ്ട് ഇവിടെ വരുന്നവർ ഇവർ ചോദിക്കുന്ന ന്യായമായൊരു റേറ്റ് ബാർഗെയിൻ ചെയ്യാതെ കൊടുത്തത് വാങ്ങിക്കുക. ഇത് കൈതോല കേട്ടിട്ടില്ലേ? കൈതോലപ്പായ വിരിച്ച പാട്ടൊക്കെ. കൈതോല അതിൻ്റെ ഇലകൾ, കൈതോല അളികൾ എന്നല്ലേ പറയാ. ഓക്കെ മാം, ബൈ. ഇത് 500 അത് ഓപ്പൺ അല്ലേ? ഓപ്പൺ ആണ്. ഇത് കൈതോല 800. അത് സിമ്പിൾ വലിയ പൈപ്പ്. കൈതോല കൊണ്ട് ഉണ്ടാക്കിയത്. ഇതാണ് ആഫ്രിക്കൻ പായൽ കൊണ്ട് ഉണ്ടാക്കിയ നിർമ്മിതികൾ. അത് ജൂട്ടാണ്. അതിന് 350. ജൂട്ട് 350. ഓക്കെ മിസ്സേ, കൈതോലപ്പായൻ്റെ കൈതോലേൻ്റെ ഒരെണ്ണെടുത്ത് മിസ്സേ. അത് ആഫ്രിക്കൻ പായലല്ലേ? ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുമോ? ഓക്കെ, കുറച്ച് ഇതാണ് കൈതോല. അതിൻ്റെ പുറം സൈഡ് ഒന്ന് കാണിച്ച മിസ്സേ. ഓക്കെ, ഇതാണ് കൈതോല. ഇനി ആഫ്രിക്കൻ പായൽ കൊണ്ട് ഉണ്ടാക്കുന്നത്. ഇതാണ് ആഫ്രിക്കൻ പായൽ കൊണ്ടുണ്ടാക്കുന്നത്. ഓക്കെ, ആഫ്രിക്കൻ പായൽ കൊണ്ടുണ്ടാക്കുന്നതിനാണോ റേറ്റ് കൂടുതൽ? ആണോ? ആണോ? ഇതെല്ലാം ആഫ്രിക്കൻ പായലും കൈതോല കൊണ്ടൊക്കെ ഉണ്ടാക്കിയ നിർമ്മിതികളാണ്. കൈതോലയുടെ അളികൾ കൊണ്ടും ആലപ്പുഴയിലെ ആഫ്രിക്കൻ പായൽ കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങളാണ് ഇവിടെയുള്ളത്. ആഫ്രിക്കൻ പായലൊക്കെ നമുക്കറിയാം പ്രകൃതിക്ക് അത്രമേൽ ദോഷമാണ്. അതിനെ സംസ്കരിച്ചവർ ബാസ്ക്കറ്റും കരകൗശല വസ്തുക്കളും സഞ്ചിയും ഒക്കെ ഉണ്ടാക്കുകയാണ്. ശംഖിൻ്റെ മാലകൾ, ക്ലിപ്പുകളൊക്കെയാണിത്. ശംഖ് ഉപയോഗിച്ച് നിർമ്മിച്ച ലൈറ്റുകൾ, ശംഖ് ഉപയോഗിച്ച് നിർമ്മിച്ച കണ്ണാടികൾ. ഇവിടെ ശംഖുകളുടെ ഒരു
കളക്ഷൻ ഉണ്ട്. വ്യത്യസ്തമായ ഗണപതി ശംഖ്, വലംപിരി ശംഖ് കണ്ടിട്ടുണ്ടോ? ഇതാണ് വലംപിരി ശംഖ്, ഊത്ത് ശംഖ്, മാതാവിൻ്റെ ഒരു രൂപം നെല്ലുപയോഗിച്ച് ചെയ്തത്, ഇതൊക്കെ നെല്ലുപയോഗിച്ച് ചെയ്തതാണല്ലേ. ശില്പങ്ങൾ നെല്ലുപയോഗിച്ച് ചെയ്തതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ വലിയ ശംഖുകൾ. ക്രാഫ്റ്റ് വില്ലേജിലെ കമ്മലുകളാണ് ഇതെല്ലാം. ഹാൻഡിക്രാഫ്റ്റാണ്. 120 രൂപ. ചകിരിനാർ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. 100 രൂപ, 80 രൂപ, 80 രൂപ, 40 രൂപ. അപ്പോൾ തീർച്ചയായും ഈ ഭാഗം സന്ദർശിക്കുന്നവരെല്ലാം ഇവിടെ വരിക. ഈ വില കുറഞ്ഞ കരകൗശല വസ്തുക്കളെല്ലാം കാണുക, ആസ്വദിക്കുക, വാങ്ങിക്കുക. ബി ഹാപ്പി. മാഡത്തിൻ്റെ പേര്? ഓക്കെ. ഇവിടെ മാല, കമ്മൽ അത്തരം കാര്യങ്ങളാണ് ചെയ്യുന്നത് അല്ലേ? ഓർണമെൻറ്റ്സ് എല്ലാം ഈ ചകിരിയിലാണ് ചെയ്യുന്നത് അല്ലേ? മുത്തുകളെല്ലാം വാങ്ങിക്കും, ബാക്കി നിർമ്മിതികളെല്ലാം ഇവിടെ അല്ലേ? ബേക്കൽ ഫോർട്ടിൻ്റെ നിർമ്മിതിയാണ്. ഓൾഡ് ചർച്ച്, ഫോർട്ട് കൊച്ചി, തെയ്യം ആർട്സ്, ഇതെല്ലാം കൈകൊണ്ട് കൊത്തിയുണ്ടാക്കുന്നതാണ്. നോക്കൂ മാലയൊക്കെ. ചിരട്ടക്കയിൽ വീട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ നല്ല സോയ ഇഷ്ടമായോ? ഇവിടെ അടിപൊളി. ടീച്ചേഴ്സിനൊക്കെ ഇഷ്ടമായോ? അടിപൊളി. സോഹി ഇഷ്ടമായോ? സൂപ്പർ. സർഗാലയ ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഊരാടുങ്കൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഒരുപാട് കരകൗശല വസ്തുക്കൾ ഇവിടെയുണ്ട്. അതുപോലെ അരുൺ എന്ന് പറയുന്ന ഒരു മികച്ച കലാകാരൻ അണിയിച്ചൊരുക്കുന്ന ഒരുപാട് ശില്പങ്ങളുണ്ട്. തീർച്ചയായും കോഴിക്കോട് വരുന്നവർക്ക് അകലാപ്പുഴ ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ് ഒരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും. ഒപ്പം ബത്തേരി WMOയുടെ ചങ്സ്. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? സർഗാലയിലെ പണിപ്പുരയിലാണ്. ചൂരൽ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിതികൾ. ആദം എങ്ങനെയുണ്ടത്? സൂപ്പറാണോ? 100 രൂപയാണ് ഒരു ജോഡി കമ്മലിൻ്റെ വില. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള ക്രാഫ്റ്റ് വില്ലേജാണ്. സർഗാലയ എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. മാലകളും ഒത്തിരി കരകൗശല വസ്തുക്കളൊക്കെ ഇവിടെയുണ്ട്. ക്രാഫ്റ്റ് വില്ലേജിലുള്ള അരുണെന്ന് പറയുന്ന ആ വലിയ കലാകാരൻ്റെ നിർമ്മിതികളാണൊന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരു ശില്പത്തിൻ്റെ നിർമ്മാണത്തിലാണ് അദ്ദേഹം. അനന്തശയനം.
ഓക്കെ, താങ്ക് യു. ഇതാണ് അരുണ്, അനുഗ്രഹീതനായ ഒരു കലാകാരനാണ്. നമ്മുടെ അരുണിൻ്റെ നിർമ്മിതികളാണ്. ഇത് അവാർഡ് കിട്ടിയൊരു നിർമ്മിതിയാണ്. അകലാപ്പുഴ സന്ദർശിക്കുന്നവർ തീർച്ചയായിട്ടും ക്രാഫ്റ്റ് വില്ലേജിലേക്ക് വരിക. നമ്മുടെ അരുണിൻ്റെ നിർമ്മിതികൾ കണ്ടാസ്വദിക്കുക. ഇത് അരുണാണ്. ക്രാഫ്റ്റ് വില്ലേജിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഈ കാണുന്നത് മുഴുവൻ അരുൺ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതിമനോഹരമായ ശില്പങ്ങൾ. തീർച്ചയായിട്ടും ആ ശില്പങ്ങളെല്ലാം കാണിച്ചു തരാം. അരുൺ ജോഷി. ഓക്കെ. കരകൗശലങ്ങളുടെ അത്ഭുത ലോകമാണ് ഇതെല്ലാം. വിൽപ്പനയ്ക്കുള്ളത് തന്നെയാണ്. യോയില്ലേ? ഇന്നത്തെ ടൂറിനൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ 3 പേരെ ജെൻസ് ആയിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ലേഡീസാണ്. അതിൽ നമ്മുടെ ടൂർ ഓപ്പറേറ്റേഴ്സാണ് സജ്ന, ഷിംലി. അപ്പോൾ 2 വൈബ് ലേഡീസ് ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ കൂടെയാണ് ഞങ്ങൾ ഇന്നുള്ളത്. WMO ചങ്സ്, സുൽത്താൻ ബത്തേരി. കിട്ടുന്നുണ്ട്.